കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് 7 മാസത്തോളം ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെ നിരവധി പേർ പ്രതിഷേധിച്ചും രംഗത്ത് വന്നിരുന്നു. ക്ഷേമ പെൻഷൻ കിട്ടാത്തതുമൂലം ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിനും കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തതുമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാൻ കാരണമെന്നാണ് സർക്കാരിന്റെ വാദം. കടമെടുക്കാൻ കേന്ദ്രം പരിധി നിശ്ചയിച്ചതിനെതിരെ കേരളം സുപ്രീം കോടതി വരെ പോയ സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഇലക്ഷൻ കാലമായപ്പോഴേക്കും നിലവിൽ 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു. 1600 രൂപ നേരത്തെയും വിഷുവും റംസാനും ഈസ്റ്ററും പ്രമാണിച്ച് 2 മാസത്തെ ഗഡുത്തുകയുമാണ് വിതരണം ചെയ്തത്. ഇത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു. എന്നാൽ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഔദാര്യം മാത്രമാണെന്നും പിണറായി വിജയൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും സെസ് വിരിക്കുന്നുണ്ടെന്നും പക്ഷേ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലെത്തിയ പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാരിന്റെ വിചിത്ര നിലപാട്. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എ ഷിബിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന്റെ മറുപടിയിലാണ് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 500 മുതൽ 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപയും സെസ് നൽകണം. 1 ലിറ്റർ പെട്രോൾ, ഡീസൽ എന്നിവയിൽ നിന്ന് 2 രൂപയും സെസ് നൽകണം. ക്ഷേമ പെൻഷൻ നൽകാനാണ് ഈ സെസ് പിരിവെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. സെസ് കൃത്യമായി ഖജനാവിലെത്തുകയും ക്ഷേമ പെൻഷൻ 7 മാസം കുടിശ്ശികയുമായതോടെയാണ് പൊതു താൽപര്യ ഹർജി അഡ്വക്കേറ്റ് ഷിബി ഫയൽ ചെയ്തത്. 2023 ഡിസംബർ, 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ്. 6400 രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും 4 മാസത്തെ കുടിശ്ശികയായി ലഭിക്കേണ്ടതാണ്. ഏപ്രിൽ 26 തിരഞ്ഞെടുപ്പ്. ഏപ്രിൽ 30 ക്ഷേമ പെൻഷൻ കുടിശ്ശിക 5 മാസമാകും. അതായത് 8000 രൂപ പെൻഷനായി ക്ഷേമ പെൻഷൻകാർക്ക് ലഭിക്കേണ്ടതാണ്. 5 മാസത്തെ കുടിശ്ശിക പ്രതീക്ഷിച്ചിരിക്കുന്ന 1,00,000-ന് മുകളിലുള്ള ക്ഷേമ പെൻഷൻകാർ ഹൈക്കോടതിയിൽ സർക്കാർ എടുത്ത നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ പിൻവലിക്കുമോ, കുടിശ്ശിക അനന്തമായി നീളുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണിവർ. ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വരാനാണ് പ്രതിപക്ഷ നീക്കം. തിരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന നിലപാട് സർക്കാരിന് തിരിച്ചടിയായേക്കും.